ഫ്ലൈറ്റ് പൊന്തിയതിന് ശേഷം നമുക്കൊരു സ്നാക്സിൻ്റെ ഒരു കവർ കൊണ്ടെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറന്ന് ഫ്ലൈറ്റ് വളരെ സമയം പറന്ന് അതിനുശേഷം വിക്ടോറിയ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്തെത്തി. എയർപോർട്ടിൽ ഇറങ്ങി അക്കോമഡേഷനിലേക്ക് പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് റോഡ് സൈഡിൽ കേട്ടോ വലിയൊരു ബോർഡ് 2027 വേൾഡ് കപ്പിൻ്റെ. ഇവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കൻ ടൂറിസ്റ്റിൻ്റെ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇത്തോപ്യ എയർപോർട്ടിൽ നിന്ന് പോകാറായി. നമുക്ക് സമയമായി തുടങ്ങി. ബോർഡിംഗ് പാസ് കിട്ടി. ഏഡിസ് അബാബ ടു വിക്ടോറിയ വാട്ടർഫാൾ. ലോകത്തിലെ അത്ഭുതം കാണാനാണ് നമ്മൾ പോകുന്നത്. അത്ഭുതം. അപ്പോൾ വരുന്ന എപ്പിസോഡുകളൊക്കെ കാണാൻ മറക്കരുത്. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. യാത്ര തുടരുകയാണ്. പിന്നെ ഫ്ലൈറ്റ് ഡിപ്പാച്ചർക്ക് പോണതിന് മുന്നേ നമുക്ക് ഇന്നലെ ഞാൻ രാത്രി പകർത്തിയ വീഡിയോസൊക്കെ ഒന്ന് കാണാം എയർപോർട്ടിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. ഇത്തോപ്യയിൽ കോഫി കുറച്ച് സ്പെഷ്യലാണല്ലോ അവരുടെ കോഫി. പിന്നെ ഇവിടെ ഒരുപാട് ഡ്യൂട്ടി ഫ്രീയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ചായ കുടിക്കുകയും ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നലെ. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിപ്പാച്ചറിലേക്ക് പോകാം. രാത്രി ഇവിടെ എയർപോർട്ടിൽ ഞാൻ കുറച്ച് നേരം ഉറങ്ങി. നമുക്ക് ഉറങ്ങിയിട്ട് കഴിഞ്ഞാൽ ഒരു ശീലമുണ്ടല്ലോ, കോഫിയോ ചായയോ എന്തെങ്കിലുമൊക്കെ കുടിക്കണ്ടേ. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്ന് ഒരു കോഫിയും നല്ല കോഫി കേട്ടോ, മിൽക്ക് കോഫിയാണ്. എൻ്റെ കൂടാതെ സമൂസ കേട്ടോ, 4 സമൂസ കണ്ടില്ലേ. അപ്പോൾ എന്തായിരിക്കും 4 സമൂസ എങ്ങനെ കഴിക്കുന്നത്? 4 സമൂസ എന്ന് പറയണത് ഞാനിത് മേടിച്ചില്ലേ. ഈ കോഫിക്ക് $5. സമൂസ അത് സെറ്റാണത്. 4 സമൂസയാണ്, അതിന് കുറവായിട്ട് കിട്ടൂല. കോഫിക്ക് $6, സമൂസക്ക് $5, അങ്ങനെ $11 എൻ്റെ ഈടാക്കിയത്. വെജിറ്റബിൾ സമൂസ കേട്ടോ. ഇവിടെ ഇവർ സമൂസനെ സംബൂസ എന്നാണ് പറയുന്നത്. സംബൂസ കുഴപ്പമില്ല, ഒരു പുളിയൊക്കെ ഉണ്ട് സമൂസക്ക്. ഇവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന കാലത്ത് തന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ് പോണത് ഫ്ലൈനാസ് ആണ്. സൗദിയുടെ ബഡ്ജറ്റ് എയർവേസായ ഫ്ലൈനാസ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, അതിൽ പോകാനുള്ളതാണ്. ഇത്തോപ്യ എയർപോർട്ടിലെ പ്രധാനമായിട്ട് ഞാൻ കണ്ടത് 2-3 ടൈപ്പ് ഡ്യൂട്ടി ഫ്രീ ആണ്. ദുബായ് എയർപോർട്ടിലോ അതോ നമ്മളെ കൊച്ചി എയർപോർട്ടിലൊക്കെ ഒറ്റ ഡ്യൂട്ടി ഫ്രീ ആണെങ്കിൽ ഇവിടെ പേര് കൊണ്ട് തിരിച്ചേക്കാണ് 2-3 ഡ്യൂട്ടി ഫ്രീകൾ. അത്തരത്തിലുള്ള ഡ്യൂട്ടി ഫ്രീകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങോട്ട് മാറുമ്പോൾ ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ അല്ല, ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. ഏഷ്യൻ കുസിൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ, അതായത് രാത്രി 1 മണിക്കൊക്കെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. 3 മണിക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പുലർച്ചെ 3 മണിക്ക് ശേഷം ആൾക്കാരൊക്കെ ഒഴിഞ്ഞ് ആളുകളൊക്കെ പോയി തിരക്കൊക്കെ കുറഞ്ഞപ്പോഴാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രയും ജനങ്ങളായിരുന്നു ഈ റെസ്റ്റോറൻറ്റിലൊക്കെ. കാരണം ട്രാൻസ്ഫർ ഫ്ലൈറ്റിൽ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പല വിദേശ രാജ്യത്തുള്ളവർ ഇവിടെ ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു കൗണ്ടർ, സ്നാക്സ് ഒക്കെ വാങ്ങാൻ പറ്റിയൊരു കൗണ്ടർ കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ക്ലോസ് ആയി, ആളില്ല. കാരണം വെച്ചാൽ അവർ ഫുള്ള് തിരക്ക് കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്തു പുലർച്ചെ. പിന്നെ അത് മറ്റൊരു ഡ്യൂട്ടി ഫ്രീ കേട്ടോ. കണ്ടില്ല, മറ്റൊരു ഡ്യൂട്ടി ഫ്രീ പേര് അൽഫ്രൈഗ് എന്നാണ് എൻ്റെ പേര്, ഡ്യൂട്ടി ഫ്രീ. പിന്നെ ഇങ്ങോട്ട് മാറുമ്പോൾ NHY ഡ്യൂട്ടി ഫ്രീ. അങ്ങനെ 2-3 ഡ്യൂട്ടി ഫ്രീ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട്. മെയിനായിട്ട് ഇവർ പെർഫ്യൂംസും ചോക്ലേറ്റ്സും ആണ് ഇവർ, പിന്നെ മദ്യം, ഇത് 3ആണ് മെയിനായിട്ട് ചെയ്യുന്നത് ഇവർ. പിന്നെ ഇങ്ങോട്ട് തിരുമ്പോൾ സൂവിനീഴ്സൊക്കെ, അതായത് ഇത്തോപ്യയുടെ സൂവിനീഴ്സൊക്കെ വാങ്ങേണ്ടവർക്ക് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യൽ ഷോപ്പ് ഉള്ളിലുണ്ട്. ഇത് കേട്ടില്ല, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ ലഭ്യമുണ്ട്.
മറ്റൊരു പ്രധാന ഷോപ്പ് എന്ന് പറയുന്ന എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇതാ പ്യുവർ ലെതർ വിൽക്കുന്നത്, ഇത്തോപ്പിൻ്റെ പ്യുവർ ലെതർ വിൽക്കുന്ന വലിയൊരു ഷോപ്പ്. വലിയ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് വലിയ ഷോപ്പാണ് കേട്ടോ. ഇതിനുള്ളിൽ ഒരുപാട് വെറൈറ്റി ലെതർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഷൂവ്, ബാഗുകൾ എല്ലാം ഉണ്ട്. ബാഗുകളൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. ബാഗ് മാത്രമല്ല, ബെൽറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. ഇത്തോപ്യ എയർപോർട്ടിലെ മലയാളിയുടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ കാണുന്നതാണ് ചിക്കിങ് ആണ്. ഇന്നലെ രാത്രി ഞാൻ അവിടുന്ന് കുറച്ച് റൈസും ചിക്കനൊക്കെ കഴിച്ച്. ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കിങ്ങിൻ്റെ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ എയർപോർട്ടിൽ. അപ്പോൾ അങ്ങനെ അവിടുന്ന് രാത്രി ഭക്ഷണം കഴിച്ച്. പിന്നെ ഈ കാണുന്നതാണ് വലിയൊരു ആർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണെന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ നമുക്ക് സമയമായി, പോകാനുള്ള സമയമായി തുടങ്ങി. ഈ ആളുകളൊക്കെ ഭയങ്കര റഷായിട്ടുണ്ട് ഇവിടെ. എയർപോർട്ടിൻ്റെ ഏറ്റവും ഡിപ്പാച്ചർ ഏരിയയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഡിപ്പാച്ചർ ഏരിയയിൽ പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകളുണ്ട്. എനിക്ക് B5 പോകേണ്ടത്. അപ്പോൾ പുറത്തുനിന്ന് ബസ്സിലാണ് പോണത്. ബസ്സിൽ പോണ കാഴ്ചകളൊക്കെ കാണാം ഇനി. വിക്ടോറിയ അങ്ങനെ ബസ് റിവേഴ്സ് എടുത്ത് നേരെ പോകുന്നത് ഫ്ലൈറ്റ് കിടക്കുന്ന ഏരിയയിലേക്കാണ് ഈ പോകുന്നത്. ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫ്ലൈറ്റ് 2 ഡെസ്റ്റിനേഷൻ പോകുന്നുണ്ട്. വിക്ടോറിയ വാട്ടർഫോൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ബോസ്റ്റോനിലേക്ക് പോകുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഫ്ലൈറ്റിൽ കയറാൻ പോണ സമയത്ത് ആ ബസ്സിൽ 2-3 ആൾക്കാരെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ ബോസ്റ്റോനയുടെ ക്യാപിറ്റലിലേക്കാണ് പോണത്. ആദ്യം ഫ്ലൈറ്റ് വിക്ടോറിയ വാട്ടർഫോളിൻ്റെ അവിടുത്തെ എയർപോർട്ടിൽ ഇറങ്ങും. അതിനുശേഷം അവിടെ നിന്നാണ് പിന്നെ 1 മണിക്കൂർ സ്റ്റേ ഓവറുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഫ്ലൈറ്റ് ബോസ്റ്റോനിലേക്ക് പോണത്. ബോസ്റ്റോനിൽ നിന്ന് തിരിച്ച് ഇത്തോപ്യയിലേക്കാണ് ഈ ഫ്ലൈറ്റ് തിരിച്ചു വരുന്നത്. ഫ്ലൈറ്റ് പാർക്ക് ചെയ്തേക്കുന്നത് ടെർമിനലിൽ നിന്നും വളരെ ദൂരത്തിലാണ്. അതിനാൽ തന്നെ ബസ് ഒരുപാട് നേരമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തോപ്യൻ എയർലൈൻസിൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാഴ്ചകളാണ്. ഇത്തോപ്യ എയർലൈൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആഫ്രിക്കയിൽ തന്നെ നമ്പർ 1 എയർലൈൻസായി മാറിയിട്ടുണ്ട്. ഇവർ വലിയൊരു എയർപോർട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇത്ര വലിയ എയർപോർട്ടാണെന്നൊന്നും, ഇത്ര എയർലൈൻസൊക്കെ ഇവരിലുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ കാണുന്നത്. ഒരുപാട് വലിയ എയർപോർട്ടും അതുപോലെ തന്നെ ഒരുപാട് വലിയ എയർക്രാഫ്റ്റ് ഇവരുടെ കയ്യിലുണ്ട്. ദുബായിൽ ഇവരെ വലിയ എയർക്രാഫ്റ്റൊക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റുകളൊക്കെ. ഇന്ത്യയിൽ ബോംബെയിലേക്കും ഡൽഹിയിലേക്കൊക്കെ ഇവിടുന്ന് ഫ്ലൈറ്റ് ഡയറക്റ്റ് ഉണ്ട് കേട്ടോ ഇത്തോപ്യയിൽ നിന്ന്. അതും 787 അതേപോലെ തന്നെ 777, 300ER അത്തരത്തിലുള്ള വലിയ ഫ്ലൈറ്റുകളൊക്കെയാണ് ഇന്ത്യയിലേക്കൊക്കെ പറക്കുന്നത്. ഒരുപാട് ഇന്ത്യൻസിനൊക്കെ ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ആഫ്രിക്കയുടെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ട്രാൻസ്ഫർ ഫ്ലൈറ്റായിട്ട് പോകുന്നത്. ജോലിക്കും ബിസിനസ്സിനൊക്കെ ഉള്ള ആളുകളൊക്കെ ഇതുവഴിയാണ് ഇന്ത്യക്കാർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റൊരു ആഫ്രിക്കയിലെ എയർപോർട്ട് എന്ന് പറയുന്നത് മെയിൻ എയർപോർട്ട് എന്ന് പറയുന്നത് കെനിയാണ്. കെനിയ ഇവരേലും ഇപ്പോൾ കുറച്ച് താന്നിട്ടുണ്ട് സർവീസൊക്കെ. കഴിഞ്ഞ വർഷം ഞാൻ കെനിയയിലേക്ക് ട്രാവൽ ചെയ്തപ്പോൾ കെനിയ എയർപോർട്ട് നൈരോബി എയർപോർട്ട് വഴിയാണല്ലോ ട്രാവൽ ചെയ്തത്. അപ്പോൾ അവിടെ വലിയ ഫ്ലൈറ്റുകളൊക്കെ കുറവായിരുന്നു ഞാൻ കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വളരെ വ്യത്യാസമാണ്. വലിയ ഫ്ലൈറ്റുകളൊക്കെ ഒരുപാടുണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ഇവരെ എൻജിനീയറിങ് വർക്ക്ഷോപ്പുകളൊക്കെ ഇവിടെ കാണാം നമുക്കിപ്പോൾ. അപ്പോൾ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഫ്ലൈറ്റ് 787 ആണ് കേട്ടോ പോകുന്നത്.
ഞാൻ ഇതിന് മുന്നേ 787 യാത്ര ചെയ്തേക്കുന്നത് കൊച്ചിയിലേക്കാണ്. അത് എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ്. അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുന്നാണ്. ഈ ഫ്ലൈറ്റ് വന്ന അവസരത്തിൽ എനിക്കൊരു യാത്ര ചെയ്യാൻ ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ ഞാൻ ആ ഫ്ലൈറ്റിൽ പോയതാണ്. ഇപ്പോൾ നമ്മളിത് 787 ആദ്യമായിട്ടാണ് ഇത്തോപ്യൻ എയർലൈൻസിൽ കയറുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്, യാത്രാ സുഖങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. Platinum'una Yestaralyan burada balıkçak. 27 City 27. To ensure your safety, we request passengers seated by the emergency exits to read the exit row instructions card located by your seats carefully. If you are not willing to അങ്ങനെ നമുക്ക് കയറി സീറ്റിലൊക്കെ ഇരുന്ന് സീറ്റിലിരുന്നപ്പോൾ നമുക്ക് നല്ലൊരു പില്ലോ കിട്ടി. നല്ല ഗ്രീൻ സോഫ്റ്റ് പില്ലോ, നല്ല സോഫ്റ്റ് പില്ലോ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയറാണ്. പിന്നെ ടി വി ഉണ്ട്. പിന്നെ ലെഗ് സ്പേസ് നോക്കിയാൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ടി വിയിൽ നമുക്ക് ഇന്ത്യൻ ഫിലിമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്ത്യൻ ഫിലിം, മലയാളം പടം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തമിഴ് പടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വൃത്തിയുണ്ട് ഉള്ളിൽ, മൊത്തത്തിൽ കാണാൻ നല്ല വൃത്തിയുണ്ട്. ഇത് സംഭവം അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് വോളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണിത്. ടി വിയിലെ നമ്മൾ മ്യൂസിക് കേൾക്കാനൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണിത്. മോണിറ്ററിൻ്റെ തൊട്ട് താഴെ 2-3 സോക്കറ്റുകളൊക്കെ കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്സെറ്റ് കുത്താൻ, പിന്നെ അതേപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റുകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് മുന്നോട്ട് നീങ്ങി തുടങ്ങി. അപ്പോൾ ബസ് ഒരുപാട് നേരം ഓടിയിട്ടാണ് ഇപ്പോൾ ഫ്ലൈറ്റ് കിടക്കുന്ന ഏരിയയിലേക്ക് എത്തിയത്. ഇത് ഒരുപാട് വലിയ എയർപോർട്ടാണ് കേട്ടോ, വലിയ എയർപോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതാ ഇപ്പോൾ കാണാൻ പറ്റും കാർഗോ സെക്ഷൻ ഏരിയ, ഇത്തോപ്യൻ എയർലൈൻസിൻ്റെ കാർഗോ സെക്ഷൻ, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് സെക്ഷനൊക്കെ കാണാം, ഫ്ലൈറ്റ് എഞ്ചിനീയറിംഗ് സെക്ഷനൊക്കെ. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, വലിയ എയർപോർട്ടാണ്. അപ്പോൾ വിചാരിക്കണ പോലെ ഇത്തോപ്യ എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊന്നും കാണണ്ട. അങ്ങനെ ഇത്തോപ്യയുടെ മണ്ണിൽ നിന്ന് ഫ്ലൈറ്റ് പൊന്തി വരുമ്പോൾ കാണുന്ന കാഴ്ച നോക്കിയാൽ എന്ത് മനോഹരമാണ്. താഴെ നല്ല കൃഷിത്തോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫുള്ള് ഗ്രീനാണ് കാണുന്നത്, നല്ല അടിപൊളി കാഴ്ച. ഇനി ഫ്ലൈറ്റ് 5 മണിക്കൂർ പറക്കാനുണ്ട് വിക്ടോറിയ വാട്ടർഫോളിൽ എത്താനായിട്ട്. ഫ്ലൈറ്റ് പൊന്തി 1 മണിക്കൂറൊക്കെ ആയപ്പോൾ ഇതാ ഒരു സ്നാക്സിൻ്റെ ഒരു പാക്കറ്റ് കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സ്നാക്സോ ചോക്ലേറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞത് പെട്ടെന്ന് പൊട്ടിച്ച് തിന്നുക എന്നുള്ളതല്ല, അതിൻ്റെ മെയ്ഡ് ഇൻ എവിടെയാണെന്നുള്ളതാണ് നോക്കുക. ഇതിപ്പോൾ മെയ്ഡ് ഇൻ ഇറ്റലിയാണ് കാണിക്കുന്നത് അതിൽ. അതുപോലെ തന്നെ ഒപ്പം തന്നെ ഒരു ആപ്പിൾ ജ്യൂസും കൊണ്ട് തന്നു. സ്നാക്സ് നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ആയിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനത്തെ റോസ്മേരിയുടെ ഇല ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ഇട്ടാ, അത് എടുത്ത് പറയേണ്ടതാണ്. റോസ്മേരിയുടെ ഇല വെച്ചിട്ട് മെയ്ഡ് ഇൻ ഇറ്റലി ആയിരുന്നു സ്നാക്സ്. അടിപൊളി സ്നാക്സ് ആയിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് അങ്ങനത്തെ സ്നാക്സ് കഴിക്കുന്നത്. സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭക്ഷണം വരുന്നുണ്ട്, മെയിൻ ഭക്ഷണം. അപ്പോൾ 5 മണിക്കൂർ ഫ്ലൈയിങ്ങിൽ മെയിൻ ഭക്ഷണമൊക്കെ നല്ല ഹെവി ആയിക്കെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ, നല്ല അടിപൊളി സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ചോറും ചിക്കൻ കറിയാണ് ഇപ്പോൾ അതിൽ കൊടുത്തേക്കുന്നത്. അതാണ്ടില്ലേ, ചോറും ചിക്കൻ കറിയും വന്നിട്ടുണ്ട്. ചിക്കൻ കറി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നല്ല വെജിറ്റബിൾ മിക്സ് ചെയ്ത ചോറും നല്ല അടിപൊളി ചിക്കൻ കറി. പിന്നെ ഒരു ബന്ന് തന്നിട്ടുണ്ട്, എമിറേറ്റ്സിലൊക്കെ ഉള്ള പോലെ തന്നെ. അതെ, ഒരു ലൂണ പാർക്കിൻ്റെ ഒരു ബട്ടർ
ബട്ടറല്ല ചീസ്. പിന്നെ ഒരു ബട്ടർ വേറെ തന്നിട്ടുണ്ട്. ഇതാണ്ടില്ലേ, ഇത് ബട്ടർ തന്നിട്ടുണ്ട്. പിന്നെ ഉപ്മാവ് പോലത്തെ ഒരു സാധനം നമ്മൾ സൈഡിൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സാധനം, ആ സാധനം ഒരു ഉപ്മാവ് പോലത്തെ ഒരു സാധനമാണ് ഈ കാണുന്നത്. പക്ഷെ ഞാനത് കഴിച്ചില്ല. വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്തിട്ട് ചോറ് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞ കാരണം വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ വെള്ളവും ജ്യൂസാണ് ഉള്ളത് കേട്ടോ. വെള്ളവും ജ്യൂസ് എന്ന് പറഞ്ഞാൽ സ്നാക്സിൻ്റെ ഒപ്പം ഞാൻ ആപ്പിൾ ജ്യൂസ് സെലക്ട് ചെയ്ത കാരണം ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസാണ് സെലക്ട് ചെയ്തത്. ചിക്കൻ കറിയും ചോറും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ചില്ല ഇത്ര നല്ല ടേസ്റ്റുള്ള ചോറും കറിയും കിട്ടും എന്നുള്ളത് ആഫ്രിക്കയിൽ. എന്ത് കഴിക്കും എന്നുള്ളൊക്കെ ഒരു ടെൻഷനിലിരിക്കുകയായിരുന്നു ഞാൻ, എന്താണ് ഇവർ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത്. മെനു കാർഡൊന്നും നോക്കിയിരുന്നില്ല. അങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണ കാരണം അതങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ ഫ്ലൈറ്റ് പറന്ന് ഏകദേശം ഇനി 1.5 മണിക്കൂറുള്ളൂ വിക്ടോറിയ വാട്ടർഫോളിൽ എത്താനായിട്ട്. ആഫ്രിക്കയിൽ ആദ്യമായിട്ടാണ് ഇത്ര ദൂരം ഞാൻ യാത്ര ചെയ്യുന്നത്. 5 മണിക്കൂർ. ദുബായിൽ നിന്ന് കെനിയയിലേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ വിൻഡോ കണ്ടില്ലേ, ഈ വിൻഡോൻ്റെ ഈ ബട്ടൺ, ഇത് 787 ഫ്ലൈറ്റിനുള്ള പ്രത്യേകതയാണ്. ഇവിടെ നമുക്ക് വിൻഡോൻ്റെ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം. അത് നമ്മൾ നിൽക്കുമ്പോൾ ഇത് ബ്ലാക്ക് ആവും. അതേപോലെ തന്നെ ഇത് അവിടെ നിന്ന് ഫുള്ള് വൈറ്റിലേക്ക് നീങ്ങും. ആദ്യം ബ്ലൂ ആണ് ആവുക, അതിന് ശേഷം അത് ബ്ലാക്കിലേക്ക് പോകും, ഫുള്ള് ഡാർക്കാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ പൈലറ്റ് നമുക്ക് ഡാർക്ക് ആക്കുന്നുണ്ട്. പൈലറ്റ് ഫുള്ള് ഡാർക്ക് ആക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ കുറച്ച് ഡാർക്കായി എങ്കിലും പൈലറ്റ് നമുക്ക് ഫുള്ള് ഡാർക്ക് ആക്കും. അതായത് മൊത്തത്തിൽ ഡാർക്ക് ആക്കണം, ഇരുട്ടാക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള വെട്ടം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഡാർക്കാക്കി പൈലറ്റ്. അങ്ങനെ നീണ്ട 4.5 മണിക്കൂറിന് ശേഷം ഏകദേശം ഫ്ലൈറ്റ് വിക്ടോറിയ വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉണ്ട് 5.5 മണിക്കൂറാണ് ടോട്ടൽ. ഇനിയും 1 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഏകദേശം ഫ്ലൈറ്റ് ഇറങ്ങാറായിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം ഇറങ്ങാറായി. ഇതേ താഴെ പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ നമ്മൾ ലോകാത്ഭുതം കാണാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. വിക്ടോറിയ വാട്ടർഫോളിൻ്റെ മണ്ണിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നല്ല പച്ചപ്പാണ് കാണുന്നത്. നല്ല അതിമനോഹരമായ ക്ലൈമറ്റ്, അടിപൊളി കാഴ്ചകളാണ് പുറത്തുനിന്ന് കാണുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. പക്ഷേ ഇത് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതിൻ്റെ പല്ലൊക്കെ നോക്കിയത് ഭയങ്കര ഒറിജിനാലിറ്റിയാണ്, കണ്ടില്ലേ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മാറുമ്പോൾ കണ്ടില്ലേ, വേറെ ഒരു പോത്തൂട്ടിനോട് വെച്ചിട്ടുണ്ട്. ഒരു പൂത്തൊട്ടിനും ഒറിജിനൽ ഫീലാണ്. അതിൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഒറിജിനാലിറ്റിയാണിത് നമുക്ക് ഫീൽ ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോഴേ ഒരു പുലി നിൽക്കുന്നുണ്ട് കേട്ടോ. പേടിച്ചു പോവും പെട്ടെന്ന് തന്നെ കാണുമ്പോൾ നമ്മൾ. ഭയങ്കര ഒറിജിനാലിറ്റി. Welcome to Zimbabwe. Welcome to Victoria Falls. അങ്ങനെ ഒരു ട്രഡീഷണൽ സോങ് ഒക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി. പുറത്തുനിന്ന് പറഞ്ഞാൽ വിക്ടോറിയ വാട്ടർഫോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്കൊരു ടാക്സി വിളിച്ചിട്ട് വേണം നേരെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാനായിട്ട്. ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ടാക്സി കേട്ടോ, അടിപൊളി ടാക്സിയാണ്. പിന്നെ ഇവിടെ നിന്ന് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇവർ നമ്മളോട് $35 പറയും. മാക്സിമം $30 ഇവിടെ ഉള്ളത് ടാക്സിക്ക്. അപ്പോൾ ഉള്ളിലുള്ള ആൾ കമ്മീഷൻ അടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം മാത്രം ടാക്സി വിളിക്കുക. ഉള്ളിലുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ആളുണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പോണ കാഴ്ചകളൊക്കെ കാണാം.
എയർപോർട്ടിൽ നിന്ന് 20 കിലോമീറ്ററാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ളത്. റോഡിൻ്റെ ഇരുവശവും നല്ല അടിപൊളി മരങ്ങളാണ്, നല്ല അടിപൊളി കാഴ്ചകൾ. എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ വലിയൊരു ബോർഡ് ഉണ്ട്, 2020 വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് സിംബാബ്വേയിലാണ് നടക്കുന്നത്. അങ്ങനെ ഞാൻ ടാക്സിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടാ. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഹലോ, ഇതാ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോണത്. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? എന്താ സെറ്റപ്പ് അല്ലേ? നല്ല ഗ്രീൻ ഏരിയ. ഞാൻ ദുബായിൽ നിന്ന് വരുന്നവർക്ക് ഈ പ്രത്യേകിച്ച് ഈ ഗ്രീൻ ഏരിയ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. ഇവിടെ ഈ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ്, അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞാൻ വന്നിട്ടുള്ളൂ, ഇവിടെ ഫുള്ള് വെള്ളക്കാരാണ് താമസമൊക്കെ. ഇതുവഴി നമുക്ക് പോകണം താമസിക്കുന്ന ഏരിയയിൽ കേട്ടോ. ഇതാണ് ഞാൻ താമസിക്കാവുന്ന സ്ഥലം. എങ്ങനെയുണ്ട്? ഇതൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനത്തേലല്ല, ഞാൻ റൂം പോലത്തെ ബുക്ക് ചെയ്തേക്കണത്. ഇതിലാണ് ഞാൻ താമസിക്കുന്നത്. കണ്ടില്ലേ? ഇതാണ് റൂമും, ഉള്ളിൽ വേറെ ആൾക്കാരുണ്ട്. പിന്നെ ഇത് വേറെ റൂം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പുതിയ വീഡിയോ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ടീ ബാഗാണ്. ടീ ബാഗിൽ വരച്ച് വെച്ചേക്കണം. കണ്ടില്ലേ? ഇത് കണ്ടാ ജിറാഫിൻ്റെ തല.